ഇന്ന് നമുക്ക് കസ്റ്റമർ റെഫറൻസ് പിക്കായിട്ട് തന്നത് ഇതായിരുന്നു. നമ്മൾ മുന്നേ ക്ലോത്ത് എടുത്തതിൻ്റെ ശേഷമാണ് കസ്റ്റമർ ഈ മോഡലിലേക്ക് ചേഞ്ച് ആക്കിയത്. അപ്പോൾ ഈ സ്ലീവ് ചെയ്യാൻ കുറച്ച് ക്ലോത്ത് വേണം, അപ്പോൾ അതിനുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു സാധാ ഒരു സ്ലീവ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു മോഡലിലാണ് ചെയ്യാൻ വിചാരിക്കുന്നത്, ചെസ്റ്റിൻ്റെ ഭാഗത്ത് പ്ലീറ്റ് വരുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ലോങ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതൊരു 1 to 2 year ആയിട്ടുള്ള ബേബിക്ക് ഇടുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് താഴെ നമ്മൾ റോൾ ഹെമ്മിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻവിസിബിൾ സിപ്പ് വെക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുണ്ട് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇതിന്റെ സ്ലീവിന്റെ അറ്റത്തായിട്ട് നമ്മൾ എലാസ്റ്റിക് ആണ് വെക്കുന്നത്. പിന്നെ ഇതിൽ ഷോൾഡർ ആണെന്നുണ്ടെങ്കിലും വേസ്റ്റിന്റെ അവിടെ പ്ലീറ്റ്സ് ജോയിൻ ചെയ്തതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിന്റെ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് കാണാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ആ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാവും. ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ബോ വെക്കുന്നുണ്ട്, പേൾസ് സ്റ്റിക്ക് ചെയ്താണ് കേട്ടോ ഇതിമേ. ബാക്കിൽ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കെട്ടിയിട്ട് അവിടെ അങ്ങനെ തുന്നി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ശരിക്കും ഇതിൻ്റെ ഒപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ തന്നെ കിട്ടുമല്ലോ, അങ്ങനെ കെട്ടാനാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് അത് വെക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഞാൻ എടുത്ത് കളയുക ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് കെട്ടിയിട്ട് അതിൻ്റെ പുറകിൽ അങ്ങനെ തുന്നി കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. റെഫറൻസ് പിക്കായിട്ട് അധികം മാച്ചൊന്നുമില്ല. കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ കസ്റ്റമറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മതിയല്ലോ നമുക്ക്. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കാണാം.